ഈ സമയം മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ദിസ് ഇസ് ഫോർ യു. സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ നിങ്ങളെ കാണുന്നത്, എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളെ കാണുന്ന സമയത്ത്, അവർ എന്ത് എനർജിയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ആളുകൾക്ക് കിട്ടുന്നത്, അവർ എന്താണ് ആളുകൾ നിങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. സോ ജസ്റ്റ് വൺ കാർഡ് ബട്ട് കുറേ 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 മെസ്സേജസ്. എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ നിങ്ങളെ കാണുന്നത്? ഓക്കെ, മറ്റുള്ള ആളുകൾ നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, പല സത്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് നിങ്ങളുടെ ഒരു ട്രൂ എസെൻസ് കാണിച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജിലൂടെ ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കുക. യെസ്, ആളുകൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട്. ഓൾറൈറ്റ്, സോ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ, ആളുകൾക്കും നിങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി. ഓക്കെ, സത്യങ്ങൾ ആളുകൾ മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെരി സൂൺ മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ പൊസിഷനിൽ ഉണ്ടാക്കുന്ന മേജർ ചേഞ്ചസ് ആളുകൾ ഓൾറെഡി നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നല്ലൊരു നിലയിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യെസ്, അത് വിസിബിൾ ആയിട്ട് തുടങ്ങുന്നുണ്ട്. സോ നമ്മളുടെ ഒരു മാറ്റം ആദ്യം തിരിച്ചറിയാൻ നമ്മളുടെ കൂടെയുള്ള ആളുകളാണ് അല്ലേ. സോ നിങ്ങളുടെ പൊസിഷനിൽ മേജർ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആളുകൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും, ആളുകൾ നിങ്ങളെ അംഗീകരിക്കും, ആളുകൾ നിങ്ങളെ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലൂടെയാണ് പോകുന്നത്. അത് ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, റൈറ്റ്. നിങ്ങൾ ഇത്ര കാലം അല്ലെങ്കിൽ ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, നിങ്ങളെ അളക്കാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ സ്വഭാവത്തിലൂടെ, നിങ്ങളുടെ കഴിവുകളിലൂടെ. ഈ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ച ക്വാളിറ്റീസ് കാണിച്ചു തുടങ്ങേണ്ടത്, നിങ്ങളുടെ ക്വാളിറ്റീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ കുറവുകളല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ വരാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്. ഒരു സമയത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കാതെ പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അവരുടെ ലൈഫിൽ നിങ്ങളുടെ സ്ഥാനം എന്താ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. മേജറായിട്ട് ഇവിടെ ചില കമ്പാരിസൺ നടക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ അവരുടെ ലൈഫിൽ നിങ്ങളെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് ചില ആളുകൾ നിങ്ങളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ അത്ര റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു, നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് അവർ വേറൊരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യമായിട്ടോ കമ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ ഒരുപാട് ഡൗട്ട് ചെയ്യാതിരിക്കുക.